നമസ്കാരം. ഇതെന്റെ അവസാന മത്സരം. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടനുബന്ധിച്ച് മാണി സി കാപ്പൻ പാലായിൽ പ്രഖ്യാപിച്ചതാണ്. എന്തായിരിക്കും കാപ്പനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? പാലായിലെ വോട്ടർമാർ ഇഴകീറി പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാകും കാപ്പന്റെ ഗുഡൻസ്. ഒന്ന്, തോൽവി ഭയം. അത് തന്നെയാണ്. കഴിഞ്ഞ 7 വർഷത്തെ MLA എന്ന നിലയിലെ മോശം പ്രകടനം നാളുകളായി പാലായിൽ ചർച്ചയായിട്ടുണ്ട്. ഓരോ വോട്ടർമാരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണത്. പ്രതിപക്ഷം എതിർത്ത കിഫ്ബി ഫണ്ടും 140 MLA-മാർക്ക് കിട്ടുന്ന MLA ഫണ്ടും അല്ലാതെ ഒറ്റ പദ്ധതി പാലായിൽ കൊണ്ടുവരാൻ കാപ്പന് കഴിഞ്ഞിട്ടില്ല. മാണി സാർ കൊണ്ടുവന്ന വൻകിട പദ്ധതികൾ അതേപടി അവിടെ നിൽക്കുന്നു. വലിയ വികസനം നടത്തിയെന്ന് പറഞ്ഞുള്ള പ്രചാരണങ്ങളെല്ലാം പാലായിലെ ജനം പുച്ഛിച്ച് തള്ളിയിരിക്കുക. പ്രചാരണ സ്ഥലങ്ങളിൽ ആളുകളുടെ നെറ്റിചുളിക്കൽ കാണേണ്ടത് തന്നെയാ. കഴിഞ്ഞ 7 വർഷം എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കാപ്പനില്ല. 2, നിയമസഭയിലെ മോശം പ്രകടനമാണ്. മാണി സി കാപ്പൻ നിയമസഭയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച MLA ആണെന്ന് എതിരാളികൾ മാത്രമല്ല, കൂടെയുള്ള UDF-കാരും ആണയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ലഭ്യമായ കണക്കനുസരിച്ച് കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറവ് അറ്റൻഡൻസ് കാപ്പന് സ്വന്തമാണ്. നിയമസഭയിലെ നടപടിക്രമങ്ങളിൽ 90% കാപ്പൻ പങ്കെടുത്തിട്ടില്ല. നിയമസഭയിൽ പോയ ദിവസങ്ങളിൽ വെറുതെ പോയിരുന്നിട്ട് ഒപ്പിട്ട് മുങ്ങും. കാപ്പന്റെ ഒരു നിയമസഭാ പ്രസംഗം കേൾക്കാൻ കൊതിയായിട്ട് ഞാൻ സഭാ TV-യിൽ പരതിയിട്ടുണ്ട്. എവിടുന്ന് കിട്ടാൻ? പ്രസംഗിച്ചാലല്ലേ കിട്ടൂ. തന്റെ 3 മിനിറ്റ് സമയം പോലും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് കാപ്പന്റെ പതിവെന്നാണ് നിയമസഭാ സാമാജികർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ബഡ്ജറ്റ് ചർച്ചകളിൽ അവിടെ പോലും കാപ്പൻ പോകാത്തത് പാലായിൽ മൊത്തം പരിഹാസ വിഷയമാണ്. മീഡിയകളിൽ വായ തുറക്കുന്നത് തന്നെ ജോസ് കെ മാണിയെ കുറ്റം പറയാൻ മാത്രം, അല്ലാതെ പാലായിലെ വികസനത്തെ കുറിച്ചല്ല. പാലായ്ക്ക് വേണ്ടി ശബ്ദമുയർത്താനോ ഫണ്ട് എന്തെങ്കിലും മുടങ്ങിയാൽ അതിനെതിരെ പ്രതിഷേധമുയർത്താനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് പാലക്കാർക്ക് ബോധ്യമായി. പിന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രമുഖ കോൺഗ്രസ് നേതാവായ ജോസഫ് വാഴക്കന് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടത് കോൺഗ്രസ്സുകാർക്കിടയിൽ നീരസമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ചോദിക്കും, അതും മാണി സി കാപ്പനുമായി എന്താ ബന്ധമെന്ന്? UDF-ന് ഭരണം കിട്ടിയാൽ പ്രമുഖ വകുപ്പ് കിട്ടാൻ സാധ്യതയുള്ള വാഴക്കന് മത്സരിക്കാൻ കോട്ടയത്ത് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. എന്നാൽ 10 പേര് പോലും ഇല്ലാത്ത മാണി സി കാപ്പൻ പാലായിൽ സ്ഥിരമായി മത്സരിക്കുന്നു. പാലാ മുനിസിപ്പാലിറ്റി ഒരു കുടുംബത്തിന് കോൺഗ്രസ്സുകാർ പിന്തുണ കൊടുക്കുന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലം ഈർക്കലി പാർട്ടിയായ ജോസഫ് ഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ പാലായിലെ അധികാര സ്ഥാപനങ്ങളിലെല്ലാം ചുമടുതാങ്ങിയുടെ റോളാണ് ഇന്ന് കോൺഗ്രസിനുള്ളത്. ഇത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ കോൺഗ്രസ്സുകാർ ഒന്നയഞ്ഞാൽ കാപ്പന് വലിയ തോൽവിയായിരിക്കും ഫലം. അങ്ങനെ കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നതിന് മുൻപേ ഇത് എന്റെ അവസാന മത്സരമാണെന്ന് പ്രഖ്യാപിച്ചാൽ കോൺഗ്രസ്സുകാരുടെ കാലുവാരൽ തടയാമെന്നാണ് കാപ്പന്റെ മനസ്സിലിരിപ്പ്. ചുമ്മാതല്ല, കാപ്പൻ ബുദ്ധിമാനാണ്. 2019 KM മാണി മരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ 3 തവണ മാണി സാറിനോട് തോറ്റതാണേ, ഇത്തവണ മാത്രം ഒന്ന് വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. 2021 1.5 വർഷമേ കിട്ടിയുള്ളൂ, ഒരു ഫുൾ ടൈം കൂടി കിട്ടിയാൽ പാലാ സ്വപ്ന നഗരിയാക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചു. ഇത്തവണ പാലാക്കാരെ, ഇതെന്റെ ലാസ്റ്റ് മത്സരമാണേ, എനിക്ക് മന്ത്രിയായിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട പറയണം, അതുകൊണ്ട് ഇത്തവണ കൂടി വോട്ട് ചെയ്യണമെന്നായി കാപ്പന്റെ ദീനരോധനം. കാപ്പൻ അറിയാം, താൻ മാറി നിന്നാൽ അടുത്ത തവണ മത്സരിക്കാൻ UDF-ൽ 1/2 ഡസനിലേറെ സ്ഥാനാർത്ഥികൾ കുപ്പായം തയ്പ്പിച്ചിരിപ്പുണ്ടെന്ന്. അവർ തമ്മിൽ സീറ്റിന് കടിപിടിയാകും. അവസാനം ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി തനിക്ക് വീണ്ടും ചാൻസ് കിട്ടും. എങ്ങനെയുണ്ട് കാപ്പന്റെ ഐഡിയ? കോൺഗ്രസ്സുകാര് അവരെ പൊട്ടന്മാരാക്കാൻ പണ്ടേ കാപ്പൻ മിടുക്കനാണ്. കോൺഗ്രസ്സുകാർ കാപ്പന്റെ ഈ കുരുട്ട് ബുദ്ധിയിൽ വീഴുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്താണ് കാപ്പൻ മന്ത്രിയാകുമെന്ന പ്രചാരണത്തിന് പിന്നിലെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
അങ്ങനെ ഒരു ചിന്ത ആരുടെയെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പുതിയുഗ യാത്ര, ആ യാത്ര പാലായിലെത്തിയപ്പോൾ കാപ്പൻ അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനം എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല. കർക്കശക്കാരനായ സതീശൻ ഒറ്റ MLA പാർട്ടികളെ പരിഗണിക്കാനിടയില്ല, ഒരു MLA മാത്രമുള്ള പാർട്ടികളെ. അല്ലെങ്കിൽ CP ജോണിനെ പോലെ അതിപ്രഗത്ഭരായിരിക്കണം. കാപ്പൻ അങ്ങനെ പെർഫോമൻസ് ചെയ്യുന്ന ആളല്ലെന്ന് ബോധ്യമായി. കഴിവുമില്ല. വലിയ പരാജയം മുന്നിൽ കണ്ടതോടെ അടുത്ത നാളുകളിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുകയോ സഹതാപ തരംഗം സൃഷ്ടിച്ചോ പരമാവധി വോട്ട് നേടാനാണ് കാപ്പന്റെ ശ്രമം. അത് പാലക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്.